വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1 അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6 മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6 മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. വചന വിചിന്തനം. ദൈവമാതാവാകുവാനുള്ള ക്ഷണം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ്. ഇത് രക്ഷയുടെ പുലരിയാണ്. ക്രിസ്തുവിലൂടെ സ്ഥാപിതമാകുന്ന സമാധാനത്തിൻ്റെ യുഗമായി ഇത് മാറ്റപ്പെടുകയാണ്. മറിയത്തിൻ്റെ മാതൃകാ ജീവിതം പകർത്തുക വഴി നാം ലോകത്തെ ഒരു മാറ്റത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യരായ നാം ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. സമർപ്പണമെന്നാൽ ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറ്റപ്പെടുന്നതിന് നമ്മെ തന്നെ ശൂന്യവത്കരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമുക്ക് ഇത്തരത്തിൽ ലോകത്തെ മാറ്റാൻ സാധിക്കും. മറിയത്തിൻ്റെ ദൃഷ്ടി ലോകത്തിലേക്കായിരുന്നില്ല. ലോകം അവൾക്ക് മുമ്പിൽ നിരത്തിയതെല്ലാം ഒന്നുമല്ലെന്നും ദൈവമാണ് സർവമെന്നും അവൾ അറിയുകയും ഹൃദയം ദൈവത്തിനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ സ്വരത്തിനേക്കാൾ ഹൃദയത്തിൻ്റെ സ്വരത്തിന് അവൾ പ്രാധാന്യം നൽകിയെന്ന് വളരെ വ്യക്തമാണ്. ദൈവസന്നിധിയിൽ മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നുവെന്ന ഗബ്രിയേൽ ദൂതൻ്റെ സ്വരം അവളെ ഭയപ്പെടുത്തുകയാണ്. ഈ ഭയം അവളുടെ ബോധ്യമാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന ബോധ്യം, വിശുദ്ധിയിൽ വ്യാപരിക്കണം എന്ന ബോധ്യം ആയതിനാൽ ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വസിക്കണമെങ്കിൽ ഹൃദയപരിശുദ്ധിയോടും നിർമ്മലതയോടും കാത്തു സൂക്ഷിക്കണം. പാപത്തെയും പാപസാഹചര്യത്തെയും അകറ്റി ക്രിസ്തുവിൻ്റെ വരവിന് അവനെ സ്വീകരിക്കുവാനായി ഹൃദയം പരിശുദ്ധമാക്കാം. ലോകത്തെ അകറ്റി സ്വർഗം സ്വീകരിക്കാം.